വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാ ഷാലോം പ്രേക്ഷകരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് വലിയൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. ഇന്ന് ദൈവത്തിൻ്റെ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ പുതിയ ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ആത്മീയ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി തരുന്ന ദിവസമാണിത്. ആയതിനാൽ നമ്മുടെ ചിന്തകളെ, നമ്മുടെ അവസ്ഥകളെ ദൈവവരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവമേ, നീ എന്നോട് സംസാരിക്കണമേ. വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞില്ലേ, ഞാൻ അധരങ്ങൾ തുറക്കുമ്പോഴും അധരങ്ങളിലൂടെ സുവിശേഷത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഓരോരുത്തരും ആ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. ദൈവമേ, ഒരു പുതിയ വെളിപ്പാട് ഇന്ന് എനിക്ക് നൽകണമേ. എന്നെ എൻ്റെ ആധ്യാത്മികതയിൽ ഒരു പടി കൂടി നിന്നിലേക്ക് വളരുവാൻ ഇന്നത്തെ വചന ശുശ്രൂഷ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്നത്തെ സന്ദേശത്തിൻ്റെ വിഷയം ദൈവരാജ്യത്തിലൂടെ സ്വർഗരാജ്യത്തിലേക്ക് കയറാം എന്നുള്ളതാണ്. ദൈവരാജ്യത്തിലൂടെ സ്വർഗരാജ്യത്തിലേക്ക്. സ്വർഗത്തെക്കുറിച്ച് അനേകർക്ക് ദർശനങ്ങളുണ്ട്. സ്വർഗത്തെക്കുറിച്ച് ഒരു ദിവസം തന്നെ പലവട്ടം നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മുടെ സംസാരങ്ങളിലെല്ലാം സ്വർഗം സ്വർഗം എന്നുള്ള ആ ചിന്തയും കാഴ്ചപ്പാടും വരാറുണ്ട്. സ്വർഗത്തിൽ പോകേണ്ടവർ കൈവെക്കാൻ പറഞ്ഞാൽ നമ്മളെല്ലാവരും കൈവെക്കും. എല്ലാവർക്കും എവിടെ പോകണം? സ്വർഗത്തിൽ പോകണം. എന്തിനാ ജീവിക്കുന്നത്? സ്വർഗത്തിൽ പോകാൻ. എന്തിനാ മരിക്കുന്നത്? മരിച്ചിട്ട് സ്വർഗത്തിൽ പോകാൻ. അപ്പോൾ ഏത് പാപിയും പാപത്തിൽ കഴിയുന്നവനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വർഗത്തിൽ പോകണം. പള്ളി കയറാത്തവനും കൂദാശകൾ സ്വീകരിക്കാത്തവനും കള്ളുകുടിയനും എല്ലാം ആഗ്രഹിക്കുന്ന അവരുടെ ഉള്ളിലെ വലിയൊരാഗ്രഹമാണ്, സ്വപ്നമാണ് സ്വർഗത്തിൽ പോകുക. അപ്പോൾ സ്വർഗത്തിൽ പോകണമെന്നുള്ള വലിയൊരാഗ്രഹം എല്ലാ വിശ്വാസികൾക്കുമുണ്ട്. വിശ്വാസികളുടെ എല്ലാം ആത്യന്തികമായ സ്വപ്നവും ഒരു ദർശനവും പ്രിയമുള്ളൊരു ആഗ്രഹവും എല്ലാം എന്താണ്? സ്വർഗത്തിൽ പോകണം എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗരാജ്യത്തെക്കുറിച്ചാണ് ഈ യോഹന്നാൻ സ്നാപകൻ, അവസാനത്തെ പ്രവാചകനായ സ്നാപക യോഹന്നാൻ തൻ്റെ സുവിശേഷങ്ങളിൽ മുഴുവൻ, ആ മരുഭൂമിയിലൂടെ മുഴുവൻ വിളിച്ചു പറഞ്ഞത്, ഇതാ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് അനുതപിക്കുക, മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ ഈ സുവിശേഷം നമ്മൾ കേട്ടത് യേശുവിലൂടെയാണ്. യോഹന്നാൻ ബന്ധനസ്ഥനായി എന്ന് കേട്ടപ്പോൾ അല്ലേ, യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലുടനീളം പ്രസംഗിക്കുവാൻ തുടങ്ങി. യേശുവിൻ്റെ സുവിശേഷം മുഴുവൻ എന്തായിരുന്നു? യേശുവിൻ്റെ ആദ്യം തന്നെ യേശു പറഞ്ഞത് സ്വർഗരാജ്യം വന്നിരിക്കുന്നു.
സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, ആയതിനാൽ അനുതപിക്കുവിൻ, പശ്ചാത്തപിക്കുവിൻ എന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ യോഹന്നാൻ സ്നാപകനും യേശുവും വിളിച്ചു പറഞ്ഞത് സ്വർഗരാജ്യം, സ്വർഗരാജ്യം, സ്വർഗരാജ്യം ഇതാ സമാഗതമായിരിക്കുകയാണ്, വരാൻ പോകുകയാണ്, അടുത്തിരിക്കുകയാണ്, വന്നിരിക്കുകയാണ്. അതുകൊണ്ട് മാനസാന്തരപ്പെടുവിൻ. യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിന് ശേഷം യേശു 12 ശിഷ്യന്മാരോടായി പറഞ്ഞു, നിങ്ങൾ പോകുവിൻ, പോയി സുവിശേഷം പറയുവിൻ. എന്തു പറയണം? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുവിൻ. രോഗികളെ സുഖപ്പെടുത്തുവിൻ, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവിൻ. അപ്പോൾ സുവിശേഷങ്ങളെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് സ്വർഗരാജ്യം, സ്വർഗരാജ്യം എന്നുള്ള ഒരു ഭാഷ. സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെടലുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. യേശുവായാലും യേശുവിൻ്റെ സുവിശേഷങ്ങളിലൊക്കെയും സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപം നിങ്ങൾ കരുതുവിൻ എന്ന് പറയുന്നുണ്ട്. സ്വർഗത്തിൽ മത്തായി 6-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ തിരുവചനം, സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപം കരുതുവിൻ. അപ്പോൾ സ്വർഗത്തെക്കുറിച്ചുള്ള വലിയൊരു കാഴ്ചപ്പാട് ഇതാ നൽകുന്നു. മത്തായിയുടെ സുവിശേഷം അതിന് 19-ാം അധ്യായം 23-ാമത്തെ തിരുവചനം, അവിടെ പറയുകയാണ്, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അസാധ്യമാണ്, പ്രയാസമുള്ള കാര്യമാണ്. ധനവാൻ സ്വർഗത്തിൽ പ്രവേശിക്കുക അവൻ അസാധ്യമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ സ്വർഗത്തെക്കുറിച്ച് വലിയൊരു ദർശനം അവിടെ കൊടുക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 5:12 അവിടെ പറയുകയാണ്, സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ടാകും. സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 11:12 പറയാണ്, സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് മത്തായി 11 പറയുകയാണ്. ഹല്ലേലൂയ. വേറെയും അനേക സ്ഥലങ്ങളിൽ സ്വർഗത്തെക്കുറിച്ചുള്ള ആ ദർശനം യേശു കൊടുക്കുകയാണ്. അപ്പോൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയുള്ള വലിയൊരു ആഗ്രഹത്തോടെ ഇരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഓരോ വിശ്വാസികളുടെയും വലിയൊരു താല്പര്യം, എനിക്ക് സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിൽ പോകുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണെന്ന് നമ്മളിപ്പോൾ കേട്ടുകഴിഞ്ഞു. അത് ബലപ്രയോഗം നടത്തണം. സ്വർഗത്തിൽ പോകണമെങ്കിൽ ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. എന്താണ് ഈ ബലം? ജീവൻ ടോണൊക്കെ കഴിച്ച്, ബൂസ്റ്റൊക്കെ കഴിച്ച് നല്ല ശക്തി പ്രാപിച്ച് മസിലൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ മറ്റുള്ളവരൊക്കെ ഇട്ടിച്ച് തെറിപ്പിച്ചിട്ട് എനിക്കകത്ത് കയറാം എന്നുള്ള ആശയമാണോ? അല്ല. ബലം എന്ന് സൂചിപ്പിക്കുന്നത് ആത്മീകതയെയാണ് സൂചിപ്പിക്കുന്നത്. ആധ്യാത്മികത ഇല്ലാതെ, സ്പിരിച്വാലിറ്റി ഇല്ലാതെ, ജീവിത വിശുദ്ധി ഇല്ലാതെ, കൃപയില്ലാതെ, അഭിഷേകമില്ലാതെ നമുക്ക് സ്വർഗരാജ്യം പിടിച്ചടക്കുവാൻ, സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഏതൊരു പാവപ്പെട്ട വ്യക്തിയോടും, വെറും സാധാരണ ഒരു അമ്മച്ചിയോടും, ഏതൊരു കുട്ടിയോടും ചോദിച്ചാൽ അവർ പറയും, എനിക്ക് സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിൽ പോകണമെന്നുള്ള വലിയ സ്വപ്നം, ആഗ്രഹം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ദൈവരാജ്യം, ആ രാജ്യത്തിൽ നമ്മൾ കയറിയെങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനമുള്ളൂ. ദൈവരാജ്യത്തിലൂടെ കയറാതെ, ദൈവരാജ്യം സ്വന്തമാക്കാതെ നമുക്ക് സ്വർഗരാജ്യം സ്വന്തമാക്കുക അസാധ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണം.
സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വിശ്വാസിയും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അവർ ദൈവരാജ്യം സ്വന്തമാക്കണം. ആദ്യം ദൈവരാജ്യത്തിൽ കയറാതെ, ദൈവരാജ്യത്തിലൂടെ അല്ലാതെ നമുക്ക് സ്വർഗരാജ്യം പ്രാപിക്കുവാൻ, സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കുകയില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വർഗരാജ്യം എവിടെയാണ്? നമ്മൾ മരിച്ചു കഴിഞ്ഞ് മരണത്തിന് ശേഷം നമ്മുടെ ആത്മാവ് എത്തിപ്പെടേണ്ട, ചെന്നെത്തേണ്ട, ദൈവം വസിക്കുന്ന ആ ആത്മീയമായ ഒരു മണ്ഡലമുണ്ട്. സ്വർഗത്തിൻ്റെ ഒരു മണ്ഡലമുണ്ട്. അത് നമ്മുടെ മരണത്തിന് ശേഷം മരണാനന്തര ജീവിതത്തിൽ ആണ് സ്വർഗം ഇരിക്കുന്നത്. ഇന്ന് നമുക്കത് നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുകയില്ല. നമ്മുടെ ബാഹ്യമായ ഈ കണ്ണുകൾ കൊണ്ട്, ഈ നേത്രങ്ങൾ കൊണ്ട് നമുക്ക് മരണത്തിന് ശേഷമുള്ള ആ സ്വർഗത്തെ നമുക്ക് കാണാൻ പറ്റുകയില്ല. അത് നമ്മുടെ വിശ്വാസത്താൽ മാത്രമേ അതിനെ കാണാൻ പറ്റുകയുള്ളൂ. ശ്രദ്ധിക്കണം, ഒരു വിശ്വാസത്താൽ മാത്രമേ, വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് മാത്രമേ, ഭാവനയിൽ മാത്രമേ, പ്രത്യാശയാൽ മാത്രമേ ആ സ്വർഗത്തെ ഇന്ന് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അത് അദൃശ്യമായി നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കണ്ണുകൾക്ക് അദൃശ്യമാണ്, നമ്മുടെ കണ്ണുകൾക്ക് അത് അദൃശ്യമായി നിൽക്കുകയാണ്. എന്നാൽ അത് യാഥാർത്ഥ്യമാണ്, സ്വർഗരാജ്യം. ഹല്ലേലൂയ. എന്നാൽ ദൈവരാജ്യം എന്നുള്ളത് അതെവിടെയാണ്? ദൈവരാജ്യം പ്രിയമുള്ളവരെ ഇവിടെയാണ്. ദൈവരാജ്യം ഇവിടെയാണ്, ഈ ഭൂമിയിലാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 14-ാം അധ്യായം 7-ാമത്തെ തിരുവചനം, അവിടെ വചനം പറയുകയാണ്, ദൈവരാജ്യമെന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. ഭക്ഷണവും പാനീയവുമല്ല, പിന്നെയോ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ് ദൈവരാജ്യം. ദൈവരാജ്യം എന്ന് പറയുന്നത് ഇവിടെ ഈ ലോകത്തിലാണ്, ഈ ഭൂമിയിലാണ്, നമ്മുടെ ഇടയിലാണ്, നമ്മുടെ അകത്താണത്. ദൈവരാജ്യം, ദൈവം വസിക്കുന്ന രാജ്യം ഇവിടെ. യേശു നമ്മളെ ഒരു മനോഹരമായ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചില്ലേ? യേശുവിൻ്റെ പ്രാർത്ഥനയിൽ യേശു എന്താണ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്? ഈ വണ്ണം പ്രാർത്ഥിക്കുവിൻ, ഇതുപോലെ പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് യേശു ആദ്യമായി നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എങ്ങനെയാണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം, സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമേ, അങ്ങയുടെ രാജ്യം ഇവിടെ ഈ ഭൂമിയിൽ നിറവേറണം, ഇവിടെ വരണം, അങ്ങയുടെ രാജ്യം വരണം. കണ്ടോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. എവിടെ? ഇവിടെ ഈ ഭൂമിയിൽ, ഞങ്ങളുടെ ഇടയിൽ, ഞങ്ങളുടെ അകത്ത് അങ്ങയുടെ രാജ്യം വരണം. ഇപ്പോൾ ദൈവത്തിൻ്റെ ആ രാജ്യം ഇവിടെ സംജാതമാകുന്ന അനുഭവം, അതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ദൈവരാജ്യം ഈ ഭൂമിയിലാണ്, നമ്മുടെ ഇടയിലാണ്, നമ്മുടെ അകത്താണ് ദൈവരാജ്യം സംജാതമാകുന്നത്, വരേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, അത് ഈ ലോകത്തിൽ കാണുന്ന പോലെയുള്ള ഒരു സിസ്റ്റമല്ല. അത് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു സിസ്റ്റമാണത്. പരിശുദ്ധാത്മാവിലുള്ള ഒരു സിസ്റ്റമാണ് ദൈവരാജ്യത്തിൻ്റെ ഒരു സിസ്റ്റം. ദൈവത്തിൻ്റെ ഒരു സിസ്റ്റമാണത്, ദൈവത്തിൻ്റെ ഒരു ഭരണഘടന. ദൈവരാജ്യമെന്ന് പറഞ്ഞാൽ
നമുക്കറിയാം ഓരോ രാജ്യത്തിനും ആ രാജ്യത്തിൻ്റെ ഭരണഘടനയുണ്ട്. രാജ്യത്തിൻ്റെതായ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിൽ അംഗീകരിക്കുന്ന, ആ ഭരണഘടനയ്ക്ക് കീഴിൽ വരുന്ന, ആ ഭരണഘടനയെ അനുസരിക്കുന്ന വ്യക്തികളെല്ലാം ആ രാജ്യത്തിനകത്താണ്. അപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ പൗരന്മാരെല്ലാം ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കണം. ഞാൻ ഇന്ത്യയിലെ പൗരനാണോ? ഇന്ത്യ രാജ്യത്തിലെ ഒരു ജനമാണോ? പൗരനാണോ? ഇന്ത്യ രാജ്യത്തിൻ്റെതായ ഒരു കൾച്ചറുണ്ട്, ഒരു സിസ്റ്റമുണ്ട്, ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയെ അംഗീകരിക്കാനും അനുസരിക്കാനും ഞാൻ കടപ്പെട്ടവനാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമേ ഇന്ത്യയിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ, ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഇവിടുത്തെ സിസ്റ്റം എന്തു പറയുന്നു അതിനനുസരിക്കണം നമ്മൾ. ഹല്ലേലൂയ. അപ്പോൾ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ ഒരു സിസ്റ്റമാണ്. ദൈവരാജ്യത്തിന് ഒരു ഭരണഘടനയുണ്ട്. ദൈവരാജ്യത്തിന് ഒരു ഭരണഘടന ഉണ്ട്. ദൈവരാജ്യത്തിന് ഒരു സിസ്റ്റമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊരു ആധ്യാത്മികത സിസ്റ്റമാണ്. അത് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് ആ സിസ്റ്റത്തെ കാണാൻ പറ്റും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. ഏതാണ് ഈ ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്? കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 5, 6, 7 അധ്യായങ്ങളിൽ മുഴുവൻ നമുക്ക് കാണാൻ പറ്റുന്നത് യേശുവിൻ്റെ മലയിലെ പ്രസംഗമാണ്. അതിനെക്കുറിച്ച് പറയുന്നത് ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. യേശുവിൻ്റെ ഗിരിപ്രഭാഷണം യേശുവിൻ്റെ മലയിലെ പ്രസംഗമാണ്. ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് ശിഷ്യന്മാരോട് മാത്രമായിട്ട്, അവർക്ക് വേണ്ടി മാത്രമായിട്ട് യേശു കൊടുക്കുന്ന ഉപദേശമാണത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റമാണ് ഈ ശിഷ്യന്മാരെ യേശു അവിടെ പഠിപ്പിക്കുന്നത്. ദൈവരാജ്യം ഇവിടെയാണ്, ഈ ഭൂമിയിലാണ്. നാം ഓരോരുത്തരും ദൈവരാജ്യത്തിൻ്റെ അഥവാ യേശു പഠിപ്പിച്ച ഗിരിപ്രഭാഷണം എന്നുള്ള ആ ഘടന, ദൈവത്തിൻ്റെ ഭരണഘടന നമ്മൾ അംഗീകരിച്ച് ഏറ്റെടുത്ത് ആ ഭരണഘടനയ്ക്ക് വിധേയപ്പെട്ട് ആ ഒരു ജീവിത ശൈലി നമ്മൾ ജീവിക്കുന്നതാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. അപ്പോഴാണ് ദൈവരാജ്യം നമ്മളിൽ വരുന്നത്. ദൈവമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ദൈവം ഭരണം നടത്തുന്ന, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ആലോചന, ദൈവം സംവിധാനം ചെയ്ത, ദൈവത്തിൻ്റെ ഹിതം സംഭവിക്കുന്ന, നടക്കുന്ന, ദൈവം ഭരിക്കുന്ന രാജ്യമാണ് ദൈവരാജ്യം. ദൈവം ഭരിക്കുന്ന രാജ്യം, അതാണ് ദൈവരാജ്യം. ആ രാജ്യം അത് നമ്മളിൽ ഇവിടെ സംഭവിക്കണം. ദൈവം എന്നെ ഭരിക്കണം, ദൈവം എന്നെ കൺട്രോൾ ചെയ്യണം, ദൈവം എന്നെ നിയന്ത്രിക്കണം, ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കണം എന്നിൽ സംഭവിക്കേണ്ടത്, ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്നിൽ നടക്കേണ്ടത്. ദൈവവചനം എന്തു പറയുന്നു ആ സിസ്റ്റത്തിന് എൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. ഗിരിപ്രഭാഷണം, ഒന്നുള്ളവൻ അല്ലെങ്കിൽ രണ്ടുള്ളവൻ ഒന്ന് കൊടുത്തിരിക്കണം. മനസ്സിലായോ? ക്ഷമിക്കണം, കടം കൊടുക്കണം, കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കൊടുക്കരുത്. മറ്റുള്ളവർ നിനക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നത് നീ അങ്ങോട്ട് കൊടുത്തേക്കണം. ശത്രുവിനെ പോലും നമ്മൾ അനുഗ്രഹിക്കണം. എന്തെല്ലാം കാര്യങ്ങളാണ്. നിങ്ങളെ വേദനിപ്പിച്ച് കളിയാക്കി പരിഹസിച്ചാൽ നിങ്ങൾ സന്തോഷിക്കണം. ഭോഷ എന്ന് വിളിക്കരുത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റമാണ്. നിങ്ങൾ ആ സിസ്റ്റത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതാണ്, ആ സിസ്റ്റത്തിൽ ഒരു ജീവിതം നയിക്കുന്നതാണ് ദൈവരാജ്യ അനുഭവം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ രാജ്യം ഇവിടെ ഈ ഭൂമിയിലാണ്, ദൈവരാജ്യം ഈ ഭൂമിയിലാണ്. അതുകൊണ്ടാണ് ഭൂമിയിലായിരുന്ന നമ്മളോട് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, ദൈവമേ അങ്ങയുടെ രാജ്യം വരണമേ,
വരണം. എവിടെ വരണം? എൻ്റെ ഉള്ളിൽ ഇത് വരണം. ദൈവരാജ്യം എൻ്റെ ഉള്ളിൽ വരണം, അല്ലെങ്കിൽ ഞാൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണം. ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റം അനുസരിച്ച് ഞാൻ ജീവിക്കാൻ തുടങ്ങുന്നതാണ് ഞാൻ ദൈവരാജ്യത്തിലാകുക എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ആദ്യം ഈ ലോകത്തിൽ ഇവിടെ വെച്ച് ഈ ഭൂമിയിൽ നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് കയറ്. ദൈവരാജ്യത്തിലൂടെ അല്ലാതെ സ്വർഗത്തിൽ പോകാൻ പറ്റുകയില്ല. നിങ്ങൾക്ക് അമേരിക്കയിൽ പോകണം, ഗൾഫിൽ പോകണം, സൗദി പോകണം, UK പോകണം, അല്ല വിമാനത്തെ കയറി പോകണ്ടേ? പോകണമെങ്കിൽ എല്ലാവരും എയർപോർട്ടിൽ ചെല്ലണം. എയർപോർട്ടിൽ ചെല്ലാതെ, എയർപോർട്ടിലൂടെ അല്ലാതെ ആർക്കും ഫ്ലൈറ്റേ കയറാൻ പറ്റുകയില്ല. വിദേശത്ത് പോകാൻ പറ്റുകയില്ല, അന്യരാജ്യത്ത് പോകാൻ പറ്റുകയില്ല. എയർപോർട്ട് ഇല്ലാതെ ആർക്കെങ്കിലും പോകാമോ? ആകാശത്തിലൂടെ നേരെ എഴുന്നേറ്റ് പറന്ന് പോകാൻ പറ്റുമോ? ഇല്ല. എയർപോർട്ടിലൂടെ മാത്രമേ നിങ്ങൾക്ക് വേറൊരു രാജ്യത്ത് പോകാൻ പറ്റൂ, ഫ്ലൈറ്റേ കയറാൻ പറ്റൂ. ഇതുപോലെ ദൈവരാജ്യത്തിലൂടെ അല്ലാതെ, ദൈവരാജ്യമാകുന്ന എയർപോർട്ടിലൂടെ അല്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള ഫ്ലൈറ്റിലോട്ട് കയറാൻ പറ്റുകയില്ല, സ്വർഗത്തിലോട്ട് പോകാൻ പറ്റുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ഭക്ഷണമോ പാനീയമോ അല്ലാത്ത പരിശുദ്ധാത്മാവിലുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമുണ്ട്, ഒരു ആത്മീയ ജീവിതം ഈ ലോകത്തിൽ ഇവിടെയുണ്ട്. ആമേൻ. അതിനെയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ഈ ദൈവരാജ്യം നമ്മളിൽ സംജാതമാകാനായിട്ടാണ് യേശു നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. നിങ്ങൾ എന്ന് ഈ ദൈവരാജ്യത്തിലേക്ക് കയറുന്നുവോ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു അഭിഷേകം, ദൈവരാജ്യത്തിൻ്റെ കൂടുതൽ വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവേ എനിക്ക് നൽകണമേ. ദൈവരാജ്യ അനുഭവത്തിൽ ജീവിക്കുവാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സിസ്റ്റത്തിനനുസരിച്ച് ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ വ്യവസ്ഥകൾക്കനുസരിച്ച് ജീവിക്കുവാൻ, ദൈവവചനം പറയുന്നതനുസരിച്ച് ദൈവവചനത്തിന് വിധേയപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം നമുക്ക്. എല്ലാ മക്കളും കണ്ണുകളെ അടച്ച് കരങ്ങളെ തുറന്നു പിടിച്ചുകൊണ്ട് നിങ്ങളെ തന്നെ ജീവിതത്തെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, നീ ഇവരുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന മക്കളെ ഓരോരുത്തരെയും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കൂടുതൽ വെളിപ്പാടുകൾ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ ഒരു ജീവിത ശൈലി, ഒരാത്മീയ ശൈലി ഇവർ രൂപപ്പെടുത്തുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, നീ ഇവരെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകത്തിൽ നിന്ന് ജഡത്തിൽ നിന്ന് അകന്നുകൊണ്ട് ദൈവവചനത്തിനനുസരിച്ചുള്ള ജീവിതം നയിക്കുവാൻ ഇവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ. എല്ലാ മക്കളിലേക്കും കൃപയൊഴുകട്ടെ. ദൈവരാജ്യത്തിൻ്റെ വലിയൊരു അഭിഷേകം ഇപ്പോൾ തന്നെ മക്കളെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയൊഴുകട്ടെ, വിശുദ്ധി കൊണ്ട് നിറയട്ടെ, വചനത്താൽ നിറയട്ടെ, ദൈവശക്തിയുടെ അഭിഷേകം മക്കളുടെ മേൽ നിറയട്ടെ. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ ആത്മീയ നിലവാരത്തിലേക്ക് ജീവിക്കുവാൻ ഇവരെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കൃപ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. പരിശുദ്ധ അമ്മയെ, ദൈവമാതാവേ, ഞങ്ങൾക്കായി മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും, കേടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും, കേടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം, ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം, ഓരുമോ നാമെല്ലാം യേശുവിൽ